അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ടിയാഗോ ഇ വി 2026 മോഡൽ ടിയാഗോ ഇ വിയുടെ ലോഞ്ചിങ് നമ്മൾ കുട്ടനെല്ലൂർ ഹൈസൺ ടാറ്റയുടെ ഡീലർഷിപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് നമുക്ക് ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ചേട്ടൻ്റെ പേര് പറയൂ. നിതിൻ. എൻ്റെ പേര് നിതിൻ എന്നാണ്. കുട്ടനെല്ലൂർ ഇ വി സ്റ്റോറിലത്തെ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു ഇ വി ഇതിലേക്ക് വരുമ്പോൾ ടിയാഗോയ്ക്ക് പുതിയ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട് ഇതില്. പിന്നെ റിയർ AC വെന്റ്, കുറച്ച് കാര്യങ്ങൾ പുതിയത് പഴയതിൽ നിന്ന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഹെഡ് ലാമ്പിൽ തന്നെ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ലെക്സ് ബീം LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത് ഫ്രണ്ടില്. പിന്നെ നമുക്ക് ഹൈപ്പർ സ്റ്റൈൽ വീല്, പുതിയൊരു വീലാണ് വരുന്നത്. പുതിയ ന്യൂ ഡിസൈൻ ആണ്. പിന്നെ ഫുൾ ഗ്രില്ല് തന്നെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ആകെ ഒന്ന് മാറി ഉരുട്ടിയെടുത്ത പോലെ തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ മോസ്റ്റ് വലിയൊരു ചേഞ്ച് വന്നേക്കുന്നത് ഇന്റീരിയറിലാണ്. നമുക്ക് ഡിസൈൻ ഫുള്ളി മാറിയിട്ടുണ്ട്. ഡുവൽ ഫാബ്രിക്കും ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 360 വ്യൂ കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ റിയർ ആംറസ്റ്റ്, ഫ്രണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട്. റിയർ AC വെന്റ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വരുന്ന ഓട്ടോ ഫോൾഡ് മിറേഴ്സ് വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രീനിലെ ഡിജിറ്റലായിട്ടുള്ള സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അപ്പോ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്? നമുക്കിത് ഐലൻഡ് ക്ലസ്റ്റർ എന്നാണ് പറയാം. പുതിയൊരു ഡിസൈനാണ്. കുറച്ചും കൂടി സൺലൈറ്റിൽ നിന്നൊന്നും ബ്ലൈൻഡ് ആവാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ 10.2 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് തന്നെ. SVS ക്യാമറ ടെക്നോളജിയാണ് വരുന്നത്. ഹാരിയറിൽ വരുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്ക് ഈ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഹാരിയറിൽ വരുന്ന മാതിരിയാണ് വന്നേക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഇതില്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് കണക്ട് ആവും. മോഡാണ്. ഡിഫോൾട്ട് ആയിട്ട് സിറ്റി എന്ന് പറയുന്ന ഡ്രൈവ് മോഡിലാണ് ഉണ്ടാവുക. പിന്നെ വരുന്നത് സ്പോർട്ട്, പിന്നെ ന്യൂട്രല്, റിവേഴ്സ്. ഇത് മൂന്നാണ് ഇതില് സെലക്ഷൻ ബട്ടൺ വരുന്നത്. പെട്രോളിൽ നിന്നും ലാഗ് ഇല്ലാത്തൊരു വെഹിക്കിൾ ആയിരിക്കും ഇത്. ഇ വി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രീമിയം ഫിനിഷ് കാണാനുണ്ട്. ഉള്ളിൽ വരുമ്പോൾ ഫാബ്രിക് മെറ്റീരിയൽ വരുന്നുണ്ട്, പിയാനോ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ 20% റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഇവിടെ സാധാരണ ഒരു കൂളിംഗ് പിയാനോനെ കൊടുക്കാറ്. ഇപ്രാവശ്യം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ചെറിയൊരു വണ്ടിക്ക് ചെറിയൊരു സ്റ്റിയറിംഗ് എന്നുള്ള പോലെ അത്യാവശ്യം കംഫർട്ടാണ് പിടിക്കാനൊക്കെ. ഇവിടെയും റൈഡിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇട്ടൊരു ഒഴുക്ക ഗ്യാപ്പിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് CRAയുടെ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു നോബും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാലൊക്കെ നീട്ടി വെക്കാട്ടോ. അപ്പോൾ ഞാനിരുന്ന സീറ്റിന്റെ കംഫർട്ടിലാണ് അത് വെച്ചിട്ടുള്ളത്. ആ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടത്. അത് ഞാൻ ഒരു 5-7 ഒരു കണക്ക്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കംഫർട്ട് ആയിട്ടുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കാല് നീട്ടിച്ചിരിക്കാൻ പറ്റും. പിന്നുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ റിയർ AC കിട്ടുന്നുണ്ട്. റിയർ AC എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തായാലും മിക്ക വണ്ടിയിലും ഇപ്പോഴും കൊണ്ടുവരണില്ല. പല കമ്പനി ചെറിയ വണ്ടിയിൽ കൊണ്ടുവരാറില്ല. എന്ന് വെച്ചാൽ അത് മതി ഇങ്ങോട്ട് കിട്ടുന്നുള്ളൊരു ഇതാണ് വരാറ്. ഇപ്രാവശ്യം അത്യാവശ്യം ബാക്കിൽ ഇരിക്കണവരും നന്നായി കൂളാവട്ടെ എന്നുള്ള രീതിയിലാണ് ടാറ്റ ടിയാഗോ ഇ വിനെ കൊണ്ടുവന്നിട്ടുള്ളത്. LED ലൈറ്റ് ബാർസ് ആണ് വരുന്നത്. നമുക്കൊരു പുതിയ വണ്ടിയുടെ ഒരു ഫീച്ചറിലാണ്. കുറച്ചും കൂടി മസ്കുലർ ലുക്ക് ബാക്കിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് റിഫ്ലക്ടേഴ്സ് ആണ്, ഫുള്ളി കണക്റ്റഡ് അല്ല. ഇവിടെ ലൈറ്റ് വന്നിട്ട് ഇവിടെ ഫുള്ള് റിഫ്ലക്ടേഴ്സ് വരുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ ബേസും അതുപോലെ ടോപ്പ് വേരിയന്റും അതിന്റെ ആ ഒരു പ്രൈസ് ലെവൽ എങ്ങനെയാണ്? പിന്നെ ബേസ് വേരിയന്റ് വരുമ്പോൾ 7 lakhs ആണ് എക്സ് ഷോറൂം വരുന്നത്. ടോപ്പിന്റെ എത്തുമ്പോൾ 10 lakhs എക്സ് ഷോറൂം വരും. അപ്പൊ ഈ വണ്ടിയുടെ ബാറ്ററി കിലോ വാട്ട് എങ്ങനെയാ വരുന്നത്? നമുക്കിതിൽ 24 കിലോ വാട്ടാണ് ഫുൾ ഓപ്ഷനിൽ കിട്ടുക. പിന്നെ വരുന്നത് 19.2 കിലോ വാട്ട് ബേസ് വേരിയന്റിൽ വരുന്നതാണ്. 19.2 കിലോ വാട്ടിൽ നമുക്ക് ബാറ്ററി റേഞ്ച് ഏകദേശം 150 to 170 വരെ കിട്ടും. റേഞ്ച് C സർട്ടിഫൈഡ് റേഞ്ചാണ്. പിന്നെ 24 കിലോ വാട്ടിൽ നമുക്കൊരു 210 വരെ റേഞ്ച് കിട്ടും. 210 to 215 റേഞ്ച് കിട്ടും. C സർട്ടിഫൈഡ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി വാറണ്ടി ബാറ്ററി വാറണ്ടി വരുമ്പോൾ 19.2 കിലോ വാട്ടിന് 8 വർഷം 1,60,000 കിലോമീറ്റർ ആണ്. നമുക്ക് 24 കിലോ വാട്ടിൽ വരുമ്പോൾ ലൈഫ് ടൈം വാറണ്ടിയാണ് കിട്ടണേ ബാറ്ററിക്ക്. അപ്പോ നമുക്കിങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ചേട്ടന് ഒരുപാട് നന്ദി. ചേട്ടൻ പേര് ഒന്നുകൂടി മറന്നു. നിതിൻ ചേട്ടന്
നന്ദി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിയാഗോ EV 2026ന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മളപ്പോൾ ഒരു പുതിയൊരു വണ്ടിയായിട്ട് ഇനി നമ്മൾ വരുന്നതാണ്. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ.